गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसजानूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं कृष्णं वन्दे ജഗദ്ഗുരും. എല്ലാ ഗുരുക്കന്മാരുടെയും പാദ പത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഈ ആധ്യാത്മിക സംഘത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ പ്രണാമം. കുറേയധികം ദിവസങ്ങളായി നമുക്ക് ഈ സത്സംഗം തുടരാൻ സാധിച്ചിട്ടില്ല. ഈ തൈത്തിരീയ ഉപനിഷത്ത് എന്ന ഈ പ്രധാന ഉപനിഷത്ത്, അതായത് അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയാദീൻ ഉത്ക്രമ്യ അഭയപ്രാപ്തി ഭവതി പൂർണ്ണ ബ്രഹ്മാനന്ദീച ഭവതി എന്ന് ഈ ഉപനിഷത്തിന്റെ പഠനം കൊണ്ടുണ്ടാകുന്ന ഫലം സൂചിപ്പിക്കുന്ന വളരെ പ്രാധാന്യമേറിയതായ ഈ ഉപനിഷത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. അതായത് ആചാര്യസ്വാമികളുടെ ഭാഷ്യം. അതിനു മുമ്പ് ചില കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഭീഷ്മ അഷ്ടമി എന്ന് പറയും. സാക്ഷാൽ ശ്രീ കൃഷ്ണൻ കേൾക്കെ തന്നെ പാണ്ഡവന്മാർക്ക് എല്ലാവിധ ധർമ്മങ്ങളും, രാജധർമ്മം, സാമാന്യധർമ്മം, മോക്ഷധർമ്മം ഇവയെല്ലാം തന്നെ ഉപദേശിച്ച ശരശയ്യയിൽ കിടക്കുന്നതായ ആ ശാന്തനവനായ ചന്ദനപുത്രനായ സാക്ഷാൽ ഭീഷ്മാചാര്യന് മുക്തി ലഭിച്ച ദിവസം എന്നാണ് പറയപ്പെടുന്നത്. ആ ഭീഷ്മസ്തവം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ വിഷ്ണു സഹസ്രനാമം. ഇന്ന് രാവിലെയോ സന്ധ്യയ്ക്കോ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു വെച്ച് ഭീഷ്മനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് എല്ലാവിധ ഫലവും നൽകുന്നതാണ്. ചതുർവർഗ ഫലദാത്രിയാണ് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം എന്നുള്ളത് സാന്ദർഭികമായിട്ട് അതും സൂചിപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ ഈ തൈത്തിരീയ ഉപനിഷത്തിൽ ഈ ആചാര്യസ്വാമികൾ ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത് എന്ന് ആനന്ദമയ കോശം, ആ കോശവും കഴിഞ്ഞ് ആ ആനന്ദമയ കോശത്തിലെ തൻ്റെ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ളതായ ആ സാധകൻ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിജന്തി. ആനന്ദത്തിലിരുന്ന് ജനിക്കുന്നതും ആനന്ദത്തിൽ തന്നെ ജീവിക്കുന്നതും ആനന്ദത്തിൽ തന്നെ അവസാനം പ്രാപിക്കുന്നതും ഒടുങ്ങുന്നതും ആയ ഈ ഒരു ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തി ആയിട്ടുള്ളതായ ഈ വാദം അത് അവസാനിപ്പിച്ചുകൊണ്ട് സൈഷാ ഭാർഗവി വാരുണീ വിദ്യ പരമേ വ്യോമൻ പ്രതിഷ്ഠിത സയ ഏവം വേദ പ്രതിഷ്ഠതി അന്നവാനന്നാദോ ഭവതി എന്ന് പറയുന്നു. ഇത് ഭാർഗവി വാരുണീ വിദ്യ എന്നാണ്. ഭാർഗവി എന്ന് പറഞ്ഞാൽ ഭൃഗു മനസ്സിലാക്കിയതും ഭൃഗു അറിഞ്ഞതും, വാരുണീ വിദ്യ വരുണൻ എന്ന ഭൃഗുവിൻ്റെ പിതാവ് ഉപദേശിച്ചതുമായ ഈ വിദ്യ പരമേ വ്യോമൻ പ്രതിഷ്ഠിത, പരമമായ ആകാശത്തിലും ഹൃദയാകാശത്തിലും എന്നർത്ഥം. രണ്ടും ഒന്ന് തന്നെയാണ്. പ്രതിഷ്ഠിത, അത് അവിടെ പ്രതിഷ്ഠിതമായിരിക്കുകയാണെന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, സയ ഏവം വേദ, ഈ ഒരു വിദ്യ, ഈ സദ്വിദ്യ, ഇത് നേരത്തെ പറയപ്പെട്ട പഞ്ചകോശ വിലക്ഷണമായ, പഞ്ചകോശ അന്തർഗതമായി അറിയപ്പെടേണ്ടതുമായ
ഈ അനന്ത സ്വരൂപത്തെ ആ വിദ്യ മനസ്സിലാക്കി തരുന്ന വിദ്യയെ വേദ ഏവം വേദ ആരാണോ അറിയുന്നത് സഹ പ്രതിഷ്ഠതി പ്രതിഷ്ഠ നേടുന്നവനാകുന്നു. എവിടെ എന്ന് ചോദിച്ചാൽ പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ പ്രതിഷ്ഠ നേടുന്നവനാകുന്നു. അന്നവാൻ അതിൻ്റെ ദൃഷ്ടമായ ഫലവും പറയുന്നു. അദൃഷ്ടമായ ഫലം മോക്ഷം. ദൃഷ്ടമായ ഫലം എന്ന് പറയുന്നത് പിന്നീടുള്ള ആ കാലഘട്ടത്തിൽ അന്നവാൻ അന്നാദോ ഭവതി. അന്നവാൻ ധാരാളം അന്നം. അന്നം എന്ന് പറയുമ്പോൾ ആ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫിസിക്കൽ ബോഡി. അപ്പോൾ ശാരീരികമായ ആ ആരോഗ്യം മുതലായവയോട് കൂടിയവനായും അതേപോലെ തന്നെ അന്നം മുതലായ ഭോഗ്യ വസ്തുക്കളോട് കൂടിയവനായും അന്നാദഹ. ഭോഗ്യ വസ്തുക്കൾ മാത്രം ഉണ്ടായാൽ പോരാ, അത് ധർമാനുസൃതമായ ഭോഗത്തിന് ഉപഭോഗത്തിന് അത് വിഷയമാവുകയും വേണം. അങ്ങനെ അന്നത്തെ സ്വീകരിക്കുന്നവനായും ഭവതി പ്രജയാ പശുഭി, പ്രജകളോടും പുത്രപൗത്രാദികളോടും പശുഭി മറ്റ് നാൽക്കാലി മൃഗങ്ങളോടും ഗൃഹ ഉപയോഗിയായ മറ്റ് പശുക്കളോടും മറ്റ് മൃഗങ്ങളോടും കൂടി മാത്രമല്ല ബ്രഹ്മവർച്ചസേന ബ്രഹ്മവർച്ചസ്സോടും കൂടിയവനായി മഹാൻ ഭവതി, മഹാൻ ഏറ്റവും ശ്രേഷ്ഠനായി തീരുന്നു. മഹാൻ കീർത്തിയ വളരെയധികം കീർത്തിയോടുകൂടിയവനുമായും ശോഭിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഇത് അതിൻ്റെ ദൃഷ്ടമായ ഫലമാണ്. അന്നവാൻ പ്രഭൂതം അന്നമസ്യ വിദ്യതേ ഇതി അന്നവാൻ സത്താമാത്രേണ തു സർവോ ഹി അന്നവാൻ ഇതി വിദ്യായാഹ വിശേഷോ ന സ്യാത് ഏവം അന്നമത്തീത്യന്നാദഃ. എന്തുകൊണ്ടെന്നാൽ ഈ അന്നം ഉണ്ടായിരിക്കുക എന്നുള്ളത് സർവപ്രാണികൾക്കും ഉള്ളതായിട്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോ അതുകൊണ്ടാണ് വളരെ അന്നം എന്ന് പറഞ്ഞത്. അന്നവാൻ അന്നാദോ ഭവതി. ധാരാളം അന്നമുള്ളവൻ എന്ന് പറഞ്ഞാൽ തനിക്ക് മാത്രം, സ്വന്തം ഉപഭോഗത്തിന് മാത്രമല്ല, തനിക്കും തൻ്റെ ആശ്രിതർക്കും തന്നെ പ്രാപിക്കുന്നവർക്കും തന്നെ ഗൃഹത്തിൽ അതിഥിയായി വരുന്നവർക്കും എല്ലാവർക്കും തന്നെ ഈ ഉപഭോഗക്ഷമമായ അന്നം നൽകുന്നവനുമായി തീരുന്നു എന്നർത്ഥം. അതോടുകൂടി ദീപ്താഗ്നിർഭവതീത്യർത്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ അന്നത്തെ അറിയുന്നവനായും ഭക്ഷിക്കുന്നവനായും ദീപ്താഗ്നി. ദീപ്താഗ്നി എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം നമ്മളെ ഉള്ളിൽ കഴിക്കുന്നതായ ഭക്ഷണം ജഠരാഗ്നിയാണ് അതിനെ ദഹിപ്പിക്കുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാസ്ഥിതഃ പ്രാണാപാന സമായുക്തോ പചാമ്യ അന്നം ചതുർവിധം എന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അങ്ങനെ അന്തസ്ഥമായ അഗ്നി, നമ്മുടെ ഉള്ളിലുള്ളതായ അഗ്നി, ജാഠരാഗ്നി, അത് ദീപ്തമാകണം എന്നർത്ഥം. സാധാരണ ആയുർവേദത്തിൽ പറയാറുണ്ട് അഗ്നിമാന്ദ്യമെന്ന്. അതായത് നാം കഴിക്കുന്നത് ശരിയായ രീതിയിൽ ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദഹനക്കേട് ഉണ്ടാകും. അതിനെ അഗ്നിമാന്ദ്യം എന്നാണ് പറയുക. അതായത് അഗ്നി മന്ദീഭവിക്കുന്നു. പക്ഷേ ഇവിടെ ഈ വിദ്യ ഉപാസിക്കുന്നവൻ താൻ തന്നെ ബ്രഹ്മമെന്ന് മനസ്സിലാക്കി സർവപ്രാണികൾക്കും ഇഹലോകത്തിൽ അന്നം നൽകുന്നവനായും കീർത്തിമാനായും ഭവിക്കുന്നവനായ ആ സാധകൻ ദീപ്താഗ്നിർഭവതീത്യർത്ഥഃ. ദീപ്തമായ അഗ്നിയോട് കൂടിയവനായിത്തീരുന്നു എന്നർത്ഥം. അതുപോലെ പുത്രാദികളെ കൊണ്ടും പ്രജകളെ കൊണ്ടും മറ്റ് പശു കുതിര മുതലായ പശുഭിഹി ഗവാശ്ച ആദിഭിഹി പശു കുതിര മുതലായ മൃഗങ്ങളോട് കൂടിയവനായും ബ്രഹ്മവർച്ചസേന. ബ്രഹ്മവർച്ചസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പറയുന്നുണ്ട് ശമതമ ജ്ഞാനാദി നിമിത്തേന തേജസ എന്ന് ആചാര്യൻ ബ്രഹ്മവർച്ചസിന് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ശമദമ ജ്ഞാനാദി നിമിത്തേന തേജസ. ശമം, ദമം, ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം, ജ്ഞാനം, ഇവ കൊണ്ടുണ്ടാകുന്നതായ തേജസ് അതോടുകൂടി മഹാൻ ഭവതി, മഹാനായിത്തീരുന്നു. ശുഭപ്രചാരം നിമിത്തം ഉള്ള കീർത്തി കൊണ്ടും ആ സാധകൻ മഹാനായിത്തീരുന്നു എന്ന് പറയുന്നു. ഇനിയുള്ള ഭാഗം അന്നം നനിന്ദ്യാത്. അന്നത്തിന്റെ
അതായത് ഉപനിഷത്തിൽ ഐഹിക ആമുഷ്മികമായ ജ്ഞാനം കൊണ്ട് ലഭിക്കുന്നതായ മോക്ഷത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. മോക്ഷം നമുക്ക് ലഭിക്കുന്നത് ഈ ഇഹലോകത്തിൽ നമ്മുടെ കർമാചരണം കൊണ്ടും, കർമാചരണങ്ങൾക്ക് ശേഷം നാം അതുകൊണ്ട് സംസ്കരിക്കപ്പെട്ട മനസ്സിലുണ്ടാകുന്ന ആ ഒരു ജ്ഞാനം കൊണ്ടും ആണ് നമുക്ക് മോക്ഷം എന്ന ആ സ്വാരാജ്യം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ കഴിയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായ ഇഹജന്മനി എന്ന് പറയാറുണ്ട്. ഈ ലോകത്തിൽ കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഉപനിഷത്ത് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ഇഹലോകത്തെ ഒരിക്കലും ഇകഴ്ത്തുന്നില്ല, മുഴുവനായിട്ട് ഇകഴ്ത്തുന്നില്ല. അതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പല തെറ്റിദ്ധാരണകളും വരുന്നുണ്ട്. ഉപനിഷത്ത് എന്ന് പറയുന്നത് ലൗകികമായ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതായ രീതികളെക്കുറിച്ച് ഉപദേശിച്ചു തരുന്നുണ്ടോ എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചില വിദ്വാൻമാർ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അന്നം നനിന്ദ്യാത് തദ്വ്രതം, അന്നത്തെ നിന്ദിക്കാതിരിക്കുക. ശ്രദ്ധിക്കുക, അന്നം എന്ന് പറയുന്നത് നമ്മുടെ ഉപഭോഗക്ഷമമായ വസ്തുക്കളെല്ലാം തന്നെയാണ്. പ്രപഞ്ചത്തിൽ നമുക്ക് ഉപഭോഗക്ഷമമായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ അന്നമാണെന്ന് നമുക്ക് പറയാം. അന്നം നിന്ദ്യാത്, അതിനെ നിന്ദിക്കരുത്. തദ്വ്രതം, അതിനെ വ്രതമായി സ്വീകരിക്കാം. സാധാരണ പറയാറുണ്ടല്ലോ, ഈ വ്രതം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സത്യവ്രത എന്ന് പറയാറുണ്ടല്ലോ. സത്യവ്രതൻ എന്നായിരുന്നു ഭീഷ്മാചാര്യന്റെ ആദ്യകാലത്തെ പേര്, സത്യവ്രതൻ. ആ അതിഭീകരമായ ഒരു പ്രതിജ്ഞ നടത്തിയത് കൊണ്ടാണ് ഭീഷ്മൻ എന്നുള്ള ഒരു സംജ്ഞ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ അഷ്ടോത്തര ശതനാമാവലിയിൽ ഒരു നാമം ഭീഷ്മമുക്തിപ്രദായക എന്നാണ്. ഭീഷ്മന് മുക്തി നൽകി. ഭീഷ്മൻ സാക്ഷാൽ പൂർണ്ണാവതാരമായ ഈ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ തന്നെ ഭീഷ്മൻ മുക്തി നേടി എന്നാണ് പറയുന്നത്. അപ്പോ ആരോഗ്യപരമായ ഒരു ജീവിതം നാം നയിക്കണമെങ്കിൽ അതിനെ വ്രതമായി നാം സ്വീകരിക്കണം. അതുകൊണ്ട് എന്താ? അന്നം നനിന്ദ്യാത്, അന്നത്തെ നിന്ദിക്കരുത്. തദ്വ്രതം, അന്നത്തെ നിന്ദിക്കാതിരിക്കുക എന്നത് ഒരു ബ്രഹ്മവിത്തിന്റെ വ്രതമാണ്. കിട്ടുന്ന അന്നം ഏതായാലും അത് വാങ്ങിച്ചു ഭക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ലഭിക്കുന്ന അന്നം, അതായത് എന്റെ വ്യാഖ്യാനത്തിൽ ആചാര്യൻ പറയുന്നുണ്ട്, ചിന്ത അന്നേന ദ്വാരഭൂതേന ബ്രഹ്മവിജ്ഞാനം യസ്മാത് തസ്മാത് ഗുരുമിവ അന്നം ന നിന്ദ്യാത്. ഗുരുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അന്നത്തെ നിന്ദിക്കുക എന്നുള്ളത്. ശ്രദ്ധിക്കുക, ബ്രഹ്മവിദോ വ്രതം ഉപദിശ്യത്തെ അന്നേന ദ്വാരഭൂതേന ബ്രഹ്മവിജ്ഞാനം യസ്മാത്. അതായത് അന്നദ്വാര ലഭിക്കേണ്ടതായ എന്ന് പറഞ്ഞാൽ ഈ അന്നത്തിലൂടെ, അതായത് ഈ നമ്മുടെ ഈ അന്നമയമായ കോശത്തിലൂടെ ക്രമേണ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് എത്തിച്ചേർന്ന് മനസ്സിലാക്കുന്നതായ ബ്രഹ്മസ്വരൂപം, ആ ബ്രഹ്മസ്വരൂപത്തെ മനസ്സിലാക്കിയവനായ ഒരു സാധകൻ ഗുരുമിവ അന്നം ന നിന്ദ്യാത്. ഗുരുവിനെ എങ്ങനെ അയാൾ നിന്ദിക്കാതിരിക്കണം? ഗുരുനിന്ദ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഒരിക്കലും ഗുരുനിന്ദ അരുത് എന്നാണ്. ശിവേരുഷ്ടോ ഗുരുസ്ത്രാത ഗുരൗരുഷ്ടേ ന കഞ്ചന എന്നാണ് പ്രമാണം. അതായത് ശിവൻ, ഈശ്വരന് ദേഷ്യം ഉണ്ടായാൽ, നമ്മോട് ഏതെങ്കിലും കാരണം കൊണ്ട് ദേഷ്യം ഉണ്ടായാൽ, ഗുരുസ്ത്രാത, ഗുരു നമ്മെ രക്ഷിക്കും. ഗുരു നമുക്ക് വേണ്ടി അധിവചനം പറയും എന്നാണ് അർത്ഥം. അഡ്വക്കേറ്റ് ആണ് ഗുരു ഈ സന്ദർഭത്തിൽ. നമുക്ക് വേണ്ടി ഈശ്വരനോട് വാദിക്കാൻ ഗുരു ഉണ്ടാകും. എന്നാൽ ഗുരൗരുഷ്ടേ, ഗുരുവിന് നമ്മോട് ദേഷ്യം തോന്നിയാലോ ഒരിക്കലും അത് ആ ദോഷത്തിൽ നിന്നും
ആർക്കും മാറ്റിത്തരാൻ, ആ ദ്വേഷത്തിൽ നിന്നും ആർക്കും മാറ്റിത്തരാൻ സാധിക്കുന്നതുമല്ല എന്നാണ്. സാക്ഷാൽ പരശുരാമൻ നമുക്കറിയാം, ഭീഷ്മാചാര്യർക്ക് ആയോധന വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് പരശുരാമൻ. ഈ പരശുരാമൻ തന്നെയാണ് കർണന് ആയുധവിദ്യ അഭ്യസിപ്പിച്ചത്. ആ കഥയൊക്കെ നമുക്കറിയാം. അപ്പോ ഗുരുമിവ അന്നന്ന നിന്ദ്യാത് തസ്യൈവം ബ്രഹ്മവിദോ വ്രതമുപദിശ്യത്തെ. അതുകൊണ്ട് ആ വ്യക്തിക്ക് അതിനെ ഒരു വ്രതമായി മനസ്സിലാക്കപ്പെടേണ്ടതാണ്, അനുഷ്ഠിക്കേണ്ടതാണ് എന്നാണ്. വ്രതോപദേശോ അന്നസ്തുതയേ സ്തുതിഭാഗ് ത്വം ച അന്നസ്യ ബ്രഹ്മ ഉപലബ്ധി ഉപായത്വാത്. അതായത് ഇങ്ങനെ വ്രതം ഉപദേശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അന്നത്തെ സ്തുതിക്കുന്നതിനാണ്. നമുക്ക് ലഭിക്കുന്നതായ അന്നം അതിനെ ഒരിക്കലും നാം നിന്ദിക്കരുത് എന്നാണ്. ഇതിലൊക്കെ എത്രയോ നമ്മുടെ എത്തിക്കലായിട്ടുള്ള പല ഇതുങ്ങളുമുണ്ട്. ചിലരൊക്കെ ദേഷ്യപ്പെടുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ്. പലരും നമുക്കറിയാമല്ലോ. ഒരിക്കലും ഭക്ഷണ സമയത്ത് ദേഷ്യം ഉണ്ടാകരുത് എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ അന്നത്തെ സ്തുതിക്കുന്നത് അത് ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ഒരു ഉപായമായതുകൊണ്ട് മാത്രമാണ് എന്ന് അർത്ഥം. ഇങ്ങനെ പ്രാണോവ അന്നം ശരീരേ പ്രാണേ ശരീരം പ്രതിഷ്ഠിതം ശരീരേ പ്രാണപ്രതിഷ്ഠിതഃ തദേതദന്നമന്യേ പ്രതിഷ്ഠിതം സയ ഏതദന്നമന്യേ പ്രതിഷ്ഠിതം വേദപ്രതിഷ്ഠതി അന്നവാനന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഭിർബ്രഹ്മവർച്ചസേന മഹാൻ കീർത്തിയ എന്ന് പറയുന്നു. അതായത് ഈ അന്നത്തെ ശരീരം പ്രാണേ പ്രതിഷ്ഠിതം, ശരീരം പ്രാണനിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ശരീരം പ്രാണഃ ശരീരേ പ്രതിഷ്ഠിത, ശരീരത്തിൽ പ്രാണൻ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏതദന്നം, ഈ രണ്ട് അന്നമും, അതായത് ശരീരവും പ്രാണനുമാകുന്ന അന്നം രണ്ടിനെയും അന്നം എന്ന് പറയുന്നു. ഈ രണ്ട് അന്നമും അന്നത്തിൽ, ശരീരവും പ്രാണനുമാകുന്ന അന്നത്തിൽ പ്രതിഷ്ഠിതം എന്ന് യഹ, അന്നേ പ്രതിഷ്ഠിതം, അന്നത്തിൽ പ്രതിഷ്ഠിതമായ ഏതദന്നം, ഈ അന്നത്തെ ആരാണോ അറിയുന്നത്, പ്രാണനും ശരീരവും, സഹ അവൻ പ്രതിഷ്ഠതി, അതായത് അന്നത്തിൻ്റെയും അന്നാദത്തിൻ്റെയും രൂപത്തിൽ പ്രതിഷ്ഠയെ പ്രാപിക്കുന്നു എന്നർത്ഥം. അതായത് അന്നമുള്ളവനായും അന്നാദ ദീപ്താഗ്നിയായും ഭവതി പ്രജയാ പശുഭിർബ്രഹ്മവർച്ചസേന മഹാൻ കീർത്തിയ എന്നും പറയുന്നു. അപ്പോ പ്രാണൻ അന്നമാകുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് എന്തെന്നാൽ അത് ശരീരത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഏതെന്നാണോ മറ്റൊന്നിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അത് മറ്റൊന്നിന്റെ അന്നമാകുന്നു. അപ്പൊ പ്രാണൻ ശരീരത്തിൽ പ്രതിഷ്ഠിതമായതുകൊണ്ട് പ്രാണൻ അന്നമും ശരീരം അന്നാദവും ആകുന്നു. അന്നാദ എന്ന് പറഞ്ഞാൽ അന്നം ഭക്ഷിക്കുന്നവൻ. പ്രാണൻ അന്നമാകുന്നത് പോലെ ശരീരവും അന്നമാകുന്നു, പ്രാണൻ അന്നാദവും ആകുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ശരീരം പ്രാണനിൽ പ്രതിഷ്ഠിതമാണ്. ശരീരസ്ഥിതി പ്രാണൻ നിമിത്തമാണല്ലോ ശരീരസ്ഥിതി ഉള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നുപോയാൽ, വേദന, അസഹ്യമായ വേദന വന്നുപോയാൽ നമ്മൾ പറയുന്നത് എന്താ? ഓ, പ്രാണൻ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ശരീരവും പ്രാണനും, കാരണം ശരീരം വേദനിക്കുന്നത് ശരീരത്തിനാണെങ്കിലും നമ്മൾ പറയുന്നത് എന്താ? ശരീരം പ്രാണൻ പോയി എന്നാണ് പറയുന്നത്, ശരീരം പോയി എന്നല്ല പറയുന്നത്. കയ്യിലോ കാലിലോ മുള്ളു തറച്ച് അസഹ്യമായ ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പ്രാണൻ പോയി എന്നാണ്. അപ്പോ ഇത്തരം ലോക വ്യവഹാരങ്ങളിലൊക്കെ കാണുന്നതായ ഈ പരസ്പര ബന്ധം, ശരീരവും പ്രാണനും, അവ രണ്ടും തന്നെ അന്നവും അന്നാദവും ആകുന്നു. ഇവ ഓരോന്നിലും പരസ്പരം പ്രതിഷ്ഠിതമായതുകൊണ്ടും ഇവ രണ്ടും അന്നവും അന്നാദവും ആകുന്നു എന്നുള്ള ഈ തത്വത്തെ ആരാണ് അറിയുന്നത്? അവൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നവാൻ അന്നാദോ ഭവതി എന്ന് പറയുന്നു. ഇനി അന്നത്തെക്കുറിച്ചുള്ള ചർച്ച രണ്ടാമത്. അന്നം ന പരിചക്ഷീത തദ്വ്രതം. അന്നത്തെ ന പരിചക്ഷീത, ഉപേക്ഷിക്കരുത് എന്നർത്ഥം. അന്നം ന പരിചക്ഷീത,
ഉം. നാം അതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന്, പരിഹരിക്കരുത്. എന്തുകൊണ്ട്? തദ് വ്രതം, അതിനെ വ്രതമായി സ്വീകരിക്കണം. ഇനി ആപോവ അന്നം ജ്യോതിരന്നാദം അപ്സു ജ്യോതി പ്രതിഷ്ഠിതം ജ്യോതിഷ്വാപ പ്രതിഷ്ഠിതാഃ തദേതദന്നമന്യേ പ്രതിഷ്ഠിതം സയ ഏതദന്നമന്യേ പ്രതിഷ്ഠിതം വേദ പ്രതിഷ്ഠതി അന്നവാനന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഭിർബ്രഹ്മവർച്ചസേന മഹാൻ കീർത്തിയാ. അപ്പോ അന്നത്തെ ഉപേക്ഷിക്കരുത് എന്നുള്ളത് ഒരു വ്രതമായി സ്വീകരിക്കണം. എന്നിട്ടോ ആപോ വാ അന്നം ആപഹ, ആപഹ എന്ന് പറഞ്ഞാൽ ജലം. ആപഹ എന്ന് ബഹുവചനാന്തമായിട്ടാണ് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ അപ്പുകൾ എന്ന് പറയണം. ആപഹ അന്നമാകുന്നു, ജലം അന്നമാകുന്നു. ജ്യോതിഹി അന്നാദം, ജ്യോതിസ് അതായത് തേജസ് അന്നത്തെ ഭക്ഷിക്കുന്നതാകുന്നു. ജ്യോതിസ് ജലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജലത്തിൽ ജ്യോതിസ്സുണ്ട്. തദേതദൻ ജ്യോതിഷു ആപ പ്രതിഷ്ഠിതാഃ, ആ ജ്യോതിസിൽ ജലങ്ങൾ, അതായത് ജലം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ഉള്ള ബന്ധം. അതിനാൽ ഏതദന്നം അന്നേ, അതായത് ജലവും തേജസ്സുമാകുന്ന രണ്ട് അന്നവും അന്നേ അന്നത്തിൽ, അതായത് ജലതേജോരൂപമായ അന്നത്തിൽ പ്രതിഷ്ഠിതമായിട്ടുണ്ട്. ജലത്തിൽ തേജസ്സും തേജസ്സിൽ ജലവും പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഈ അന്നം, ഈ അന്നത്തെ ഇങ്ങനെ ആരാണോ അറിയുന്നത്, വേദ സഹ പ്രതിഷ്ഠതി, അവൻ പ്രതിഷ്ഠിതനായിത്തീരുന്നു, ബ്രഹ്മവിത്തായിത്തീരുന്നു എന്നർത്ഥം. അന്നവാൻ അന്നാദോ ഭവതി, നേരത്തെ പറഞ്ഞതുപോലെ അന്നമുള്ളവനായും ദീപ്താഗ്നിയായും അവൻ തീരുന്നു. പ്രജയാ പശുഭിഹി ബ്രഹ്മവർച്ചസേന മഹാൻ കീർത്തിയാ, അവൻ മഹാൻ ആയിത്തീരുന്നു, കീർത്തി കൊണ്ടും മഹാനായിത്തീരുന്നു എന്നർത്ഥം. അപ്പോ സന്തതി കൊണ്ടും സമ്പത്ത് കൊണ്ടും, അതായത് പശു കുതിര മുതലായ സമ്പത്ത് കൊണ്ടും പിന്നെ ബ്രഹ്മ തേജസ് കൊണ്ടും കീർത്തിമാനായിത്തീരുന്നു എന്നർത്ഥം. ഇനി അടുത്ത അനുവാദത്തിൽ പറയാണ് അന്നം ന പരിചക്ഷീത എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് പറയാണ്, ഇതെന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അന്നം കൊടുക്കുന്നത് വിലക്കരുതെന്നർത്ഥം. അതായത് ആരെങ്കിലും അന്നം കൊടുക്കുമ്പോൾ അത് തടയരുത്, അതാണ് എൻ്റെ അർത്ഥം. തദേവം ശുഭാശുഭകൽപ്പനയാ അപരിഹ്രീയമാണം സ്തുതം മഹീകൃതം അന്നം സ്യാ എന്ന്. ഇത് വ്രതം എന്ന് മുമ്പിലത്തെ പോലെ തന്നെ അന്നത്തെ സ്തുതിച്ചു പറയുകയാണ്. അപ്പൊ ശുഭമെന്നും അശുഭമെന്നും വേർതിരിച്ച് എടുക്കരുതാത്തതായി സ്തുതിക്കപ്പെടുമ്പോൾ, ശുഭാശുഭ വ്യത്യാസമില്ലാതെ അന്നത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇവിടെ സ്തുതം മഹീകൃതം ഏവം യഥോക്തം ഉത്തരേഷു അപി ആപോ വാ അന്നം ഇത്യാദിഷു യോജയേത്. ഇങ്ങനെ അന്നത്തിൻ്റെയും അന്നാദത്തിൻ്റെയും അപ്പും ജ്യോതിസ്സും, ജലവും ജ്യോതിസ്സും ഗുണമുള്ളവയാകയാൽ അവയെ അന്നമായും അന്നാദമായും പറഞ്ഞതെന്നും നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇനി അടുത്തത് അന്നം ബഹുകുർവീത. അടുത്തത് അന്നം ധാരാളം ഉണ്ടാകണം, കൃഷി ചെയ്യണം എന്നർത്ഥം. അന്നം ബഹുകുർവീത തദ്വ്രതം. ഇപ്പോ ബഹുകുർവീത, അന്നം ബഹുകുർവീത. പൃഥിവി വാ അന്നം, പൃഥിവി അന്നമാകുന്നു. ആകാശോ അന്നാദ, ആകാശം അന്നാദമാകുന്നു, അന്നത്തെ ഗ്രഹിക്കുന്നതുമാകുന്നു. പൃഥിവ്യാം ആകാശ പ്രതിഷ്ഠിത, പൃഥിവിയിൽ ആകാശം പ്രതിഷ്ഠിതമാണ്. അതേപോലെ തന്നെ ആകാശോ പൃഥിവി ആകാശേ പൃഥിവി പ്രതിഷ്ഠിത, ആകാശത്തിൽ പൃഥിവി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്, പൃഥിവിയിൽ ആകാശം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. പരസ്പര ബന്ധം. തദേതന്നമന്യേ പ്രതിഷ്ഠിതം, നേരത്തെ പറഞ്ഞതുപോലെ ഇവ രണ്ടും, ഈ അന്നം രണ്ടും
അന്നത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് കൊണ്ട് അന്നത്തിൽ പ്രതിഷ്ഠിതമായ ഈ അന്നത്തെ ആരാണോ അറിയുന്നത്, പൃഥിവിയിലും ആകാശത്തിലും അറിയുന്നത്, അല്ലെങ്കിൽ പൃഥിവിയെയും ആകാശത്തെയും അന്നവും അന്നാദവുമായി ആരാണോ മനസ്സിലാക്കുന്നത്, സഹ അന്നവാൻ ഭവതി എന്ന്. അപ്സു ജ്യോതിഃ ഇതി അബ്ജ്യോതിഷോഃ അന്നാദഗുണത്വേന ഉപാസകസ്യ അന്നസ്യ ബഹുകരണം വ്രതം എന്നാണ്. അപ്പൊ അന്നത്തെ വളരെയധികം ഉണ്ടാക്കുക, അന്നം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ അന്നം ഉൽപ്പാദിപ്പിക്കുക എന്നാണ്. അത് അന്നോപാസകന്റെ വ്രതമാണ്. ഇത് പൃഥിവി ആകാശ ഉപാസകന്റെയും വ്രതമാകുന്നു എന്നുകൂടി മനസ്സിലാക്കണം എന്ന് ഭാഷ്യത്തിൽ ആചാര്യൻ സ്പഷ്ടമാക്കി പറയുന്നു. ഇനി നകഞ്ചന വസതൗ പ്രത്യാചക്ഷീത, അടുത്തത് പറയാണ് തദ്വ്രതം. അതായത് രാത്രി അല്ലെങ്കിൽ പകൽ നമ്മുടെ വീട്ടിൽ അതിഥിയായി വരുന്ന ഒരാളെ വസതി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു വിശ്രമത്തിന് അഭയസ്ഥാനമായി നമ്മുടെ ഗൃഹത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ, ഒരുവനെയും ഒരു അതിഥിയെയും ന പ്രത്യാചക്ഷീത, പ്രത്യാഖ്യാനം ചെയ്യരുത്, നിരാകരിക്കരുത് എന്നർത്ഥം. തദ്വ്രതം, അത് വ്രതമാകുന്നു. നകഞ്ചന വസതൗ പ്രത്യാചക്ഷീത തദ്വ്രതം തസ്മാത് യയാകയാച വിധയാ ബഹ്വന്നം പ്രാപ്നുയാത്. അതുകൊണ്ട് യയാകയാച വിധയ, ഏതെങ്കിലും പ്രകാരത്തിൽ, അതായത് ധാർമ്മികമായ രീതിയിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ബഹ്വന്നം പ്രാപ്നുയാത്, ധാരാളം അന്നത്തെ പ്രാപിക്കണം, സംഗ്രഹിക്കണം. ആരാധ്യസ്മാ അന്നമിത്യാചക്ഷതേ. ഇനി അസ്മൈ, അവനോട്, ഗൃഹത്തിൽ വരുന്ന അതിഥിയോട് അന്നം ഭക്ഷിക്കുവാനുള്ള സാധനം അരാധി, തയ്യാറായിരിക്കുന്നു എന്ന് വിദ്വാൻമാരായ ഗൃഹസ്ഥന്മാർ പറയുന്നു. അരാധി അസ്മാത് അന്നമിത്യാചക്ഷതേ. ഇവിടെ ഗൃഹത്തിൽ വരുന്ന അതിഥിയോട് അന്നം ഭക്ഷിക്കുവാനുള്ള സൗകര്യമുണ്ട് എന്ന് ആചക്ഷത്തെ ഗൃഹസ്ഥന്മാർ, വിദ്വാൻമാരായ ഗൃഹസ്ഥന്മാർ പറയുന്നു. ഏതദ്വൈ, ഈ പ്രസിദ്ധമായ അന്നത്തെ മുഖതഃ, അന്നം രാദ്ധം. മുഖതഃ എന്ന് പറഞ്ഞാൽ പ്രഥമ വയസ്സ്, ചെറുപ്പക്കാർ, മുഖ്യമായ ഉപചാരത്തോടു കൂടിയോ രാദ്ധം തയ്യാറാക്കി, യഹ പ്രയച്ഛതി, ചെറുപ്പകാലത്ത് ആരാണോ അന്നം മറ്റുള്ളവർക്ക് നൽകുന്നത്, അപേക്ഷിച്ചു വരുന്ന അതിഥികൾക്ക് നൽകുന്നത്, അസ്മൈ, അവന് ആദ്യത്തെ വയസ്സിലും എന്ന് പറഞ്ഞാൽ ആ യൗവനകാലത്തിലും ചെറുപ്പത്തിലും. ഇനി അടുത്തത് മുഖതോസ്മാ അന്നകം രാധ്യത്തെ ഏതദ്വൈ മധ്യതോ അന്നകം രാദ്ധം. അടുത്തത് മധ്യതഃ, മധ്യമ വയസ്സിൽ മധ്യമമായ ഉപചാരത്തോടു കൂടി രാദ്ധം തയ്യാറാക്കി, യഹ പ്രയച്ഛതി, ആര് കൊടുക്കുന്നുവോ, അസ്മൈ, അവന്, മധ്യതഃ, മധ്യമമായ വയസ്സിലും മധ്യമമായ ഉപചാരത്തോടു കൂടിയും അന്നം രാധ്യത്തെ സിദ്ധിക്കുന്നു. ഇനി അന്തതോസ്മാ അന്നകം ഏതദ്വാ അന്നതോ അന്നകം രാദ്ധം. ഏതദ്വാ അന്തതോ അന്നം രാദ്ധം. ഇനി ഏതദ്വൈ അന്നം, ഈ അന്നത്തെ അന്തതഃ, വാർദ്ധക്യകാലത്ത് സാധാരണ രീതിയിലുള്ള ഉപചാരത്തോടു കൂടി യപ്രയച്ഛതി, ആരാണോ ദാനം ചെയ്യുന്നത്, അസ്മൈ, അന്തതഃ, വാർദ്ധക്യകാലത്തിലും സാധാരണ രീതിയിലുള്ള ഉപചാരത്തോടു കൂടിയും അന്നം രാധ്യത്തെ ലഭിക്കുന്നു എന്നർത്ഥം. അപ്പോ ഈ പൃഥിവി ആകാശ ഉപാസകസ്യ വസതൗ, വസതി നിമിത്തം കഞ്ചനം കഞ്ചിതപിന പ്രത്യാചക്ഷീത. ഈ രാത്രി നിങ്ങളുടെ ഗൃഹത്തിൽ എന്നെ വസിക്കുവാൻ അനുവദിക്കണം എന്നു പറഞ്ഞ് വരുന്ന അതിഥി ആരായാലും ആരെയും നിരാകരിക്കരുത് എന്ന്. വസത്യർത്ഥമാഗതം ന നിവാരയേത് ഇത്യർത്ഥഃ എന്ന് ഭാഷ്യത്തിൽ പറയുന്നു. ഇവിടെ താമസിക്കണം എന്ന് വരുന്ന ഒരു ദിവസത്തെ രാത്രിക്ക്
താമസ സൗകര്യം അനുവദിച്ചു തരണം എന്ന് കേട്ടുകൊണ്ട് വരുന്ന അതിഥിയെ ഒരിക്കലും നിരാകരിക്കരുത്. വാസേച ദത്തേ അവശ്യം ഹി അശനം ദാതവ്യം. അപ്പോ അത് ഗൃഹസ്ഥന്റെ ഒരു വ്രതമാണ്. അപ്പോ അങ്ങനെ ഗൃഹസ്ഥന്റെ ഗൃഹത്തിൽ വരുന്ന അതിഥികൾക്ക് വയറ് നിറച്ച് അന്നം നൽകണം എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. അവശ്യം ഹി അശനം ദാതവ്യം, ഭക്ഷിക്കാൻ നൽകണം. തസ്മാത് യയാ കയാ ച വിധയാ ഏന കേന ച പ്രകാരേണ ബഹ്വന്നം പ്രാപ്നുയാത്. അതിനാൽ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രകാരത്തിൽ വളരെയധികം അന്നത്തെ സംഗ്രഹിക്കണം, അത് തയ്യാറാക്കി വെക്കണം. എന്നിട്ടോ യസ്മാത് അന്നവന്തോ വിദ്വാംസഃ അഭ്യാഗതായ അന്നാർത്ഥിനെ ആരാധി സംസിദ്ധമസ്മൈ അന്നം ഇത്യാചക്ഷത്തെ നാസ്തീതി പ്രത്യാഖ്യാനം കുർവന്തി തസ്മാച്ച ഹേതോഃ ബൃഹ്വന്നം പ്രാപ്നുയാത്. അപ്പോൾ ഒരു തരത്തിലും അന്ന നിരാകരണം ഇല്ലാതെ അന്നം ആഗ്രഹിച്ചു വരുന്ന വ്യക്തിക്ക്, അതിഥിക്ക് അന്നം നൽകിക്കൊണ്ട് ആ അതിഥിയെ സംതൃപ്തനാക്കുന്നത്, ആ വ്യക്തിയോട് അന്നം തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറയണം. അല്ലാതെ അന്നമില്ലെന്ന് പറഞ്ഞവനെ നിരാകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അന്നം ധാരാളം സംഗ്രഹിക്കേണ്ടത് എന്ന് പറയുന്നത്. അഭിജ അന്നദാനസ്യ മാഹാത്മ്യമുച്യത്തെ. ആനുഷംഗികമായിട്ട് അന്നദാനത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ഇവിടെ പറയുകയാണ്. ഏത് കാലത്തും ഏത് വിധത്തിലും അന്നത്തെ ദാനം ചെയ്യുന്നവൻ അക്കാലത്ത് ആ വിധത്തിലും അത് തന്നെ തിരിച്ചു വന്നു ചേരുന്നു എന്ന് കണ്ടോ. അപ്പിച്ച അന്നദാനസ്യ മാഹാത്മ്യമുച്യത്തെ യഥാ യത്കാലം പ്രയച്ഛതി അന്നം തഥാ തത്കാലമേവ പ്രത്യുപനമതേ. കഥമിതി ചെയ്ത് ഏതദാഹ. എങ്ങനെയാണ് അന്നത്തെ ചെറുപ്പത്തിൽ മുഖതഃ മുഖ്യേ പ്രഥമേ വയസ്സി പൂജാപുരസ്സരമായി അന്നാർത്ഥിയായ അതിഥിക്ക് തയ്യാറാക്കി കൊടുക്കുന്നവന് അതിന് അനുരൂപമായി ചെറുപ്പത്തിലും ഉയർന്ന തരത്തിലുള്ള ഉപചാരത്തോടു കൂടിയും അന്നം ലഭിക്കും. ഇനി ഏതദ്വൈ അന്നം മുഖതഃ മുഖ്യേ പ്രഥമേ വയസ്സി മുഖ്യയാപാ വൃത്യാ പൂജാപുരസ്സരം അഭ്യാഗതായ അന്നാർത്ഥിനെ ആരാദ്ധം സംസിദ്ധം പ്രയച്ഛതീതി വാക്യശേഷഃ. തസ്യ കിം ഫലം സ്യാത് ഉച്യത്തെ മുഖതഃ പൂർവേ വയസ്സി മുഖ്യയാപാ വൃത്യാ തസ്മൈ അന്നദായ അന്നം പ്രാപ്യത്തെ. അവന് ധാരാളം അന്നം അയാൾക്ക് ലഭിക്കുന്നു. അടുത്തത് യഥാദത്തം ഉപതിഷ്ഠതേ ഇത്യർത്ഥഃ. ഏവം മധ്യതോ മധ്യമേ വയസ്സി മധ്യമേന ഉപചാരേണ തഥാ അന്തതഃ അന്തേ വയസ്സി ജഗന്യേന ച ഉപചാരേണ പരിഭവേന തഥൈവ അസ്മൈ രാധ്യത്തെ സംസിദ്ധതി അന്നം. അതേപോലെ തന്നെ ഇടത്തരത്തിലുള്ള ഉപചാരത്തോടു കൂടി മധ്യവയസ്സിലും, ഇനി പ്രായമാവുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കഴിയുന്ന ഗൃഹസ്ഥന് അത് അന്നം തയ്യാറാക്കി കൊടുക്കുവാൻ ശക്തിയില്ലെങ്കിൽ പോലും അയാൾ നൽകുന്നതായ ആ ഒരു അന്നദാനം അതും നമുക്ക് ഫലം നൽകുന്നതാണ് എന്നും പറയുന്നു. യ ഏവം വേദ യ ഏവം അന്നസ്യ യഥോക്തം മാഹാത്മ്യം വേദ തദ്ദാനസ്യ ച ഫലം. ഇങ്ങനെ അന്നത്തിന്റെ മാഹാത്മ്യം അറിയുന്നവൻ പറഞ്ഞ പ്രകാരം അതിൻ്റെ ആ ഫലം സിദ്ധിക്കുന്നവനായിത്തീരുന്നു. ഇതുപോലെ തന്നെ ഇതാനീം ബ്രഹ്മണ ഉപാസന പ്രകാര ഉച്യത്തെ യേവം വേദ. അതേപോലെ തന്നെ ഇത് ആനുഷംഗികമായിട്ട് പറഞ്ഞു വരുന്നതാണ്. ഇപ്രകാരം ആരറിയുന്നുവോ മേൽപ്പറഞ്ഞ ഫലം സിദ്ധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്ഷേമ ഇതി വാചി. ക്ഷേമം, ക്ഷേമ, ക്ഷേമം എന്ന് പറഞ്ഞാൽ വാക്കിൽ. യോഗക്ഷേമ ഇതി പ്രാണാപാനയോഹോ. അടുത്തത് യോഗക്ഷേമ, യോഗക്ഷേമങ്ങൾ എന്ന് പറയുന്നു. പ്രാണാപാനയോഹോ. യോഗക്ഷേമം, യോഗം എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നത്, ലഭിക്കുന്ന വസ്തുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷേമം. അങ്ങനെ പ്രാണാപാനയോഹോ, പ്രാണാപാനങ്ങളിലും കർമ്മയുതി ഹസ്തയോഹോ, ഇത് കർമ്മം എന്ന കൈകളിലും ഗതിഹി, ഗതി എന്ന് പാദയോഹോ പാദങ്ങളിലും ബ്രഹ്മത്തെ ഉപാസിക്കേണ്ടതാണ്. പ്രകാരം
മാനുഷേ വിമുക്തിരിതി പായൗ. വിമുക്തി വിമോചനം എന്ന രീതിയിൽ അന്ത്യ അവയവത്തിലും ഇതി മാനുഷേ സമാജ്ഞാഃ മാനുഷികളായ ആധ്യാത്മികമായ സമാജ്ഞകൾ, ജ്ഞാനങ്ങൾ, ഉപാസനങ്ങൾ. അഥ ഇനി ദൈവീഹി തൃപ്തിരിതി. ഇത് മാനുഷികമായ സമാജ്ഞകളാണ്, മാനുഷികമായ ഉപാസനകൾ. ഇനി ദേവന്മാരിലുള്ള ഉപാസനകളോ? വൃഷ്ടൗ വൃഷ്ടിയിൽ തൃപ്തിരിതി, തൃപ്തി എന്ന രീതിയിലും. വിദ്യുതി വിദ്യുത്തിൽ മിന്നൽ പിണറുകളിൽ ബലമെന്നും ആരാണോ ഉപാസിക്കുന്നത്, ആരാണോ മനസ്സിലാക്കുന്നത്. അപ്പോ വാക്കിൽ ക്ഷേമമെന്ന രൂപത്തിലും, പ്രാണാപാന വായുക്കളിൽ യോഗക്ഷേമ രൂപത്തിലും, കൈകളിൽ കർമ്മരൂപത്തിലും, കാലുകളിൽ ഗതി രൂപത്തിലും, ഇനി പായൗ എന്ന് പറയുന്നത് മലദ്വാരം, അവിടെ വിസർജന രൂപത്തിലും ഉള്ളത് ആധ്യാത്മികമായ ഉപാസനകളാണ്. അതായത് നമ്മുടെ ശരീര കർമ്മങ്ങളെല്ലാം തന്നെ ഇവിടെ ഉപാസനയായിട്ടാണ് വർണ്ണിക്കപ്പെടുന്നത്. ആധിദൈവികമായ ഉപാസനകളിൽ, ദൈവികമായ ഉപാസനകളിലാകട്ടെ വൃഷ്ടിയിൽ തൃപ്തി രൂപത്തിലും, വിദ്യുത്തിൽ ബലരൂപത്തിലും, ക്ഷേമമെന്ന് പറയുന്നത് അതിനെ വ്യാഖ്യാനിക്കുകയാണ് ആചാര്യൻ. ബലമിതി വിദ്യുതി ക്ഷേമോ നാമ ഉപാത്ത പരിരക്ഷണം. കിട്ടിയതിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷേമം. അപ്പോ യോഗം എന്ന് പറഞ്ഞാൽ കിട്ടുന്നതും, അതിനെ കിട്ടുന്നതിനെ സംരക്ഷിക്കുന്നതിനെയാണ് ക്ഷേമം. ബ്രഹ്മവാജി ക്ഷേമരൂപേണ പ്രതിഷ്ഠിതം ഇത്യുപാസ്യം. അതുകൊണ്ട് അതിനെ അപ്രകാരം ഉപാസിക്കണം. യോഗമെന്നാൽ ലഭിക്കാത്തത് ലഭിക്കുമ്പോൾ. യോഗക്ഷേമ യോഗ അനുപാത്തസ്യ ഉപാദാനം. ലഭിക്കാത്തത് ലഭിക്കുന്നത് യോഗം. ക്ഷേമം എന്ന് പറയുന്നത് ഉപാത്ത പരിരക്ഷണം, കിട്ടിയതിനെ സംരക്ഷിക്കുക എന്നുള്ളത് പരിരക്ഷണം. അതാണ് യോഗക്ഷേമം. പണ്ടുകാലങ്ങളിൽ പറയാറുണ്ട്. പണ്ടുകാലങ്ങളിൽ പരസ്പരം കുശലാന്വേഷണത്തിൽ പറയുന്നത് യോഗക്ഷേമങ്ങൾ എങ്ങനെയുണ്ടെന്നാണ് അന്വേഷിക്കുന്നത്. തൗഹി യോഗക്ഷേമവും പ്രാണാപാനയോഹോ ബലവതോഹോ സതോർഭവതഃ യദ്യപി തഥാപി ന പ്രാണാപാന നിമിത്താവേവ കിം തർഹി ബ്രഹ്മനിമിത്തൗ. അപ്പൊ ഈ ഉപാസനം എന്തിനാണെന്ന് ചോദിച്ചാൽ അപാനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ അതിനെയെല്ലാം നിയന്ത്രിക്കുന്നതായ ബ്രഹ്മത്തിനെ ഉപാസിക്കാൻ വേണ്ടിയാണ്. അപ്പൊ യോഗക്ഷേമ രൂപത്തിൽ പ്രാണാപാനങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുള്ളതായ ബ്രഹ്മത്തെ ആ രൂപത്തിൽ ഉപാസിക്കേണ്ടതുമാകുന്നു എന്ന് തുടരുകയാണ്. ഈ ബ്രഹ്മ ഉപാസന, അതായത് അന്നോപാസനയിലൂടെ ബ്രഹ്മോപാസനയ്ക്ക് ഒരു മാർഗം തെളിയിക്കുകയുമാണ് ഉപനിഷത്തിലെ മഹർഷി. ഈ ഒരു അന്നോപാസനയ്ക്ക് പ്രാധാന്യം ഇഹലോകത്തിൽ വളരെയധികം ഉള്ളതുമാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇതിനെ ഒരു ദർശകം, സൂചനയായിക്കൊണ്ട് ഈ രീതിയിൽ വേണം ബ്രഹ്മോപാസനയെന്നും ഉപനിഷത്ത് ഋഷി നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അതിനെ, ആ ഉത്ബോധനത്തെ തൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ സജീവമാക്കിക്കൊണ്ട്, സചേതനമാക്കിക്കൊണ്ട് ആചാര്യസ്വാമികൾ ആ ബ്രഹ്മപ്രാപ്തിക്ക് ഉതകുന്ന തരത്തിൽ അന്നോപാസനയെ എങ്ങനെയാണ് നാം കാണേണ്ടത് എന്നും ഇവിടെ ആചാര്യൻ നമുക്ക് വ്യക്തമാക്കി, സ്ഫുടമാക്കി ഉപദേശിക്കുന്നു എന്നുള്ളതുമാകുന്നു. ഇതിൻ്റെ തുടർന്നുള്ള വിശദീകരണം നമുക്ക് നാളെ 6 മണിക്ക് നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം സമാപിപ്പിക്കുന്നു.